നാലുപേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, പലതരത്തിലുള്ള സംശയങ്ങൾ, അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് അന്വേഷണം ശരിയായ ദിശയിലല്ല, CBI വരട്ടെ എന്ന് കുടുംബം ബന്ധുക്കളുമൊക്കെ പലപ്പോഴും ആവർത്തിക്കുന്നു. ഇന്നും ആ തരത്തിലുള്ള ബന്ധുക്കളുടെ പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. എന്നിട്ടും ഇടത് സർക്കാർ CBI വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമേ പറയട്ടെ, CBI ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ടോ അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം വെക്കാനുള്ള എല്ലാ അവകാശ കുടുംബത്തിനുണ്ട്. കാരണം നഷ്ടപ്പെട്ടവർക്കാണ്, ഇതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളും പോലീസിന്റെ അന്വേഷണങ്ങളും എങ്ങനെയാണ് മോശമെന്ന് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട നവീൻ ബാബു മരണശേഷം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ ആരോപണവിധിയായ ആളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പോലീസിന് സ്പെഷ്യൽ ടീമിനെ വെച്ചു. അവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള കർശന നടപടികൾ ആദ്യഘട്ടത്തിൽ തലശ്ശേരി സെഷൻ കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ പോലീസിനെ സംബന്ധിച്ചോളമുള്ള ഒരു ടീമിന്റെ അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുള്ള സമയമാകുന്നുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം തെറ്റായ വഴിയിലൂടെ യാത്രകളെന്ന് പറയുന്നത്? അങ്ങനെ സംരക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടവരെ സംരക്ഷിച്ചില്ല എന്നുള്ള വ്യക്തമായ രീതിയിലുള്ള നമ്മുടെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചില്ലേ? പിന്നെ CBI അന്വേഷിക്കുന്ന സർക്കാർ എതിർക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഒന്ന്, CBI എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പാവയാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് സുപ്രീം കോടതി 2 തവണ ശരിവെച്ചിട്ടുണ്ട്. ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷിയാണ് CBI എന്നുള്ളത്. CBI വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അഭിഭാവകമെന്നല്ല ഒരു പ്രതികൾക്കും ജാമ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീതി കിട്ടുന്നില്ല. അവര് എപ്പോഴും സർക്കാരിനെയും അല്ലെങ്കിൽ CPI എന്ന് പറഞ്ഞ പാർട്ടി അവർക്കെതിരായിട്ടുള്ള പാർട്ടിനെയും ഗവൺമെന്റിനെയും അപമാനിക്കാനും അവരെ നിയമകുരുക്കിൽപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. ഇന്ന് വരെ CBIയുടെ അന്വേഷണങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സർക്കാരും പാർട്ടിയും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് വ്യക്തമായ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് കോടതി കൊടുക്കുന്നതിന് വരെ ഇതിനെക്കുറിച്ചൊരു ആരോപണങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന തെറ്റാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ നിന്നും രക്തം കണ്ടെത്തി, രക്തത്തിന്റെ കറ അടിവസ്ത്രത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പോലീസ് റിപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ ആ പോലീസ് റിപ്പോർട്ടിൽ അത് തെളിയട്ടെ, അത് അന്വേഷിക്കട്ടെ. അതിന് എന്തെങ്കിലും ഇതിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ സർക്കാർ അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ. ഒരു അന്വേഷണ ഏജൻസി അതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് അന്വേഷണ ഏജൻസിയെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഇവിടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട് പലർക്കും. രാഷ്ട്രീയപരമായ ഈ വിഷയത്തില് നേരത്തെ അവരുടെ ഇൻട്രഡക്ഷനിൽ ഞാൻ കണ്ടു, അത് ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല. അങ്ങനെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി തോറ്റുപോകണ്ടേ. പാലക്കാട് ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുകയില്ല. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നതാണെന്നും അനാവശ്യമായ രാഷ്ട്രീയ കഥകൾ രചിച്ച് വാസ്തുവിലെ കുടുംബത്തിന് കിട്ടുന്ന നീതി നിഷേധിക്കുന്നതിൽ ഇത്തരം കഥകൾ രചിക്കുന്നവരാണ് കുറ്റവാളികൾ അല്ല ശ്രീ റെജി ലൂക്കോസ്, ആ സ്ഥാപിത താല്പര്യക്കാർ എന്ന് പറയുന്നതിൽ താങ്കൾ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ കുടുംബത്തിന്റെ പേര് വലിച്ചഴിച്ച് ആ കുടുംബത്തിനെ കുറ്റവാളാക്കിയോ അല്ലെ അവര് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നതൊന്നും പറയാനായിട്ട് നമ്മൾ ആരുമില്ല. ഞങ്ങളൊക്കെ ആദ്യം പോലുള്ള നിലപാടുള്ളതാണ്. അവരൊരിക്കലും ആ സംഘത്തിലില്ല. അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യയാണല്ലോ ആദ്യമായി ഒരു കൊലപാതക സാധ്യതയും ഒരു നരഹത്യാ സാധ്യതയും അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടേ വേണ്ട എന്ന ഒരു സ്റ്റാൻഡാണല്ലോ സർക്കാർ എടുത്തത്, CPM എടുത്തത്, അന്വേഷണ സംഘവും പോലീസും ഒക്കെ എടുത്തത്. ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതും അതാണല്ലോ. അതായത് കുടുംബത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംസ്ഥാന പോലീസിന് അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ കുടുംബം പറയുന്ന അന്വേഷണത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ യഥാർത്ഥ ധർമ്മം? അല്ല, അത് തെറ്റായ വ്യാഖ്യാനാണ്. കാരണം പോലീസിലെ അന്വേഷണ ഏജൻസി പോലീസിനെ ഒരു ടീമിൽ 5 അംഗ SIT-നെ ഈ അന്വേഷണ ഏജൻസിനെ ഇത് നിയമിച്ചപ്പോൾ തന്നെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങളെ പാടുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഗവൺമെന്റ് അങ്ങനെ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നവരോടെ അന്വേഷണ ഏജൻസികൾ തെറ്റായ ഒരു വ്യാഖ്യാനമല്ല. അവിടെ ഇത്തരം വ്യാഖ്യാനങ്ങളാണ് ഈ അന്വേഷണ ഏജൻസിയെ കുറിച്ചുള്ള കുറ്റാരോപിതരായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കുറ്റക്കാരാണെന്ന് അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതിൽ ചിലർ മെനയുന്ന ഈ സ്റ്റോറി എന്ന് പറയുന്നത്. അവരന്വേഷിക്കട്ടെ, അവരെല്ലാ വിവരങ്ങളും അന്വേഷിക്കും. പിന്നെ അവരുടെ അന്വേഷണങ്ങൾ എല്ലാ ദിവസവും അവരെ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അത് ഇനി കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കട്ടെ. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഈ ചർച്ചകൾ അല്ല, അത് കണ്ടുപിടിക്കാൻ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹൈക്കോടതി ചോദിക്കുമ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന സർക്കാർ വാദത്തിന് ഉപോത്ബലകമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ അല്ലെങ്കിൽ സംശയം അന്വേഷിക്കാമെന്നല്ല, കൊലപാതക സാധ്യതയുണ്ടെങ്കിൽ അന്വേഷിക്കും. പക്ഷേ ഇങ്ങനെ ഒരു അന്വേഷണം ഇതുവരെ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു വെർഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. മാത്രമല്ല PP ദിവ്യയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള അന്വേഷണം മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ മിനിറ്റ് വരെ നടത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്.
അല്ല പി ദിവ്യ അല്ല, ആരാണെങ്കിലും പ്രതിയാണോ, പ്രതിക്കൂട്ടിലുണ്ടോ, പ്രതിക്കൂട്ടിലില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. അത് തെളിവനുസരിച്ച് കോടതി വിധി വരുമ്പോഴേ ഉള്ളൂ ഒരാൾ പ്രതിയാണോ അല്ലെന്നുള്ളത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ട് ആരുടെ മുമ്പിൽ വരച്ചുകൊണ്ട് ആവശ്യമില്ല. അത് കുറ്റം ചെയ്തവര് ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് വേറെ എന്തെങ്കിലും കാരണത്തിലാണെങ്കിലോ ഇതാണെന്ന് എന്താ ഉറപ്പിരിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് 5:30 വരെ അദ്ദേഹം ബഹുമാനപ്പെട്ട നവീൻ ബാബു റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വന്നു. വണ്ടിയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ഡ്രൈവർ ചോദിച്ചു, സാർ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യണ്ട, വേണ്ട കാസർഗോഡ് നിന്ന് എന്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് കാറുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്, ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ആ ക്വാർട്ടേഴ്സ് വിട്ട് വീട്ടിലേക്ക് പുറപ്പെട്ട അദ്ദേഹം വെളുപ്പിനെ 5:56 ആത്മഹത്യ ചെയ്തതായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിന് തൊട്ട് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സബോർഡിനേഷനും വീട്ടിലേക്കും. അപ്പൊ അതെല്ലാം അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ കാരണങ്ങൾ. അതോ ഇനി ആത്മഹത്യയല്ല മറ്റെന്തെങ്കിലും ആണോ? പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടല്ലോ, പോലീസിന്റെ ഫൈനൽ റിപ്പോർട്ട് തലശ്ശേരി സെഷൻ കോടതിയിൽ കൊടുത്തു കഴിയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് വരെ എങ്ങനെയാണ് നിഗമനത്തിലെത്തുന്നത്? അപ്പൊ സർക്കാരിനെയും പാർട്ടിനെയും വേട്ടയാടുക. ശ്രീ റജീൽ, ഒരു കാര്യം കൂടെ, ഒരു പ്രതി അല്ല, ഒരുപാട് പ്രതികളുണ്ട്. അതിലേക്കെല്ലാം അന്വേഷണം പോകണമെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിന്റെ സംശയം കൂടി അഡ്രസ് ചെയ്യപ്പെടണം എന്നാണ് കുടുംബാംഗങ്ങൾ കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. അതൊരു വശത്ത്. അതേ സമയത്ത് ഇന്ന് PV അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതായത് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ P ശശി പ്രേരിപ്പിക്കുകയാണ് എന്ന് നവീൻ ബാബു പലരോടും പറഞ്ഞിരുന്നു എന്നതുള്ളൊരു ആരോപണമൊക്കെ അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതായത് ഒരു ദിവ്യയിൽ മാത്രം ചാരി നിന്നുകൊണ്ടുള്ള അന്വേഷണമല്ല വേണ്ടതെന്ന് കുടുംബവും അത്തരം ചില ആരോപണങ്ങൾ പുറത്തുനിന്നും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതല്ലേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തലവേദന മാറാൻ നല്ലത്? PV അൻവറിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. PV അൻവർ ചെറുത്താനും കടലിലടയ്ക്കാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള്. അദ്ദേഹത്തിന് ഇപ്പൊ എവിടെ ആണെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അദ്ദേഹം കൽക്കട്ടയിലെ പാർട്ടിനെ പറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. DMK ആണ് സഖ്യകക്ഷി, അല്ല DMKയുടെ ബ്രാഞ്ചാണ് കേരളത്തിൽ ഓപ്പൺ ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു അവരെ നമ്മൾ ഉപേക്ഷിച്ചെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾക്ക് എന്തെല്ലാം പറയാൻ പറ്റും? P ശശിയെ കുറിച്ച് ഇദ്ദേഹം നേരത്തെ ആരോപണം കൊണ്ടതില്ലേ? ശശി വക്കീലിനോട് നിയമനോട് ശരിക്കാൻ പോയി. ഇന്ന് ബഹുമാനപ്പെട്ട P ശശി പറഞ്ഞിരിക്കുന്നു തനിക്ക് നവീൻ ബാബുവിനെ അറിയത്ത് പോലുമില്ല, തന്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചടിക്കുന്നതിന് അദ്ദേഹത്തിന് കോടതി കയറാൻ പോവാണ്. ഇപ്പൊ PV അൻവർ പറയുന്നതൊക്കെയാണ് നിങ്ങളൊരു ഓതന്റിക് ഒപ്പീനിയൻ ആയിട്ടൊക്കെ എടുക്കുന്നത്. വളരെ കഷ്ടമുണ്ട്. അപ്പൊ PV അൻവർ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. PV അൻവർ തന്നെ ഇപ്പൊ സ്ഥിരതയില്ല, താങ്കളോടെ നിൽക്കണമെന്നുള്ളൂ. തന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ PV അൻവറെ പോലുള്ളവരാണ് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പതിവ് പല്ലവി ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വസ്തുത്തിൽ അതിശയം തോന്നുന്നു. ആരാണ് അൻവർ എന്നുള്ള പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് PV അൻവർ എന്ന് പറയുന്നത് വാപോയ കൊടാലി പറയുന്ന വാക്കുകൾക്കൊന്നും അതിനെ വെറും ആരോപണമായിട്ട് എടുത്താൽ പോലും അപ്പോഴും ഈ വിഷയം വരുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതാണ്. വളരെ ധൃതി പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാവശ്യപ്പെട്ടും അത് ചെയ്തില്ല. പകരം മണിക്കൂറുകൾ അവര് പുറപ്പെട്ടിട്ടും ആ മണിക്കൂറുകൾ പോലും കാത്തു നിൽക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുണ്ട്. അതിന് ഉപോത്ബലകമായിട്ടല്ല അൻവർ പറയുന്നത്, മറ്റൊരു ആരോപണമാണ്. പക്ഷേ ഈ ചില ദുരൂഹതകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെ ഒരാൾ മരിക്കുമ്പോൾ അത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണോ, കൊല ചെയ്യപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയം പോലും വരാതെ ആത്മഹത്യ ചെയ്തതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം സൈബർ ഇടങ്ങളിലും നടന്നു. കണ്ണൂരിലെ പാർട്ടി സൈബർ ഹാൻഡിലുകൾ ആ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. ഇത് ഈ തരത്തിൽ അന്വേഷണം ഇതിന്റെ എല്ലാം നൂലാമാലകൾ അഴിച്ചെടുക്കും എന്ന് സാധാരണക്കാർക്ക് എങ്ങനെ വിചാരിക്കാൻ കഴിയും? അല്ല, സൈബറിടങ്ങളാണോ കേരളത്തിലെ നിയമം എന്താണെന്ന് തീരുമാനിക്കുന്നത്? അല്ല, അതൊരു വിഷയമാണ്. ഞാനൊരു 3-4 റീസൺ ആണ് പറയുന്നത്. പല പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അല്ല, സൈബറിടങ്ങളിലെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ബാധിച്ചാണ് കേരളത്തിലെ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. സൈബറിടങ്ങളെ എന്തെല്ലാം പറയും, ഏതെല്ലാം വ്യക്തിഗതികൾ, ഏതെല്ലാം ഇമാജിനേഷൻസ് ഒരു പേരില്ലാത്ത സൈബറുകാരെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഒരു ഓതന്റിക് അഭിപ്രായമായിട്ട് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവർ കോടതിയിൽ അവതരിപ്പിച്ചു. അവർ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ സർക്കാരും പറഞ്ഞു. സർക്കാർ ആ പാർട്ടി ആ കുടുംബത്തോടൊപ്പം അത് ഞങ്ങൾ CPM എന്ന പാർട്ടി പലതവണ ആവർത്തിച്ച് പറഞ്ഞു ഈ ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത് നടപടി എന്നാണ്. ഇനി ഒരു വിശദീകരണത്തിന് ഒരു ആവശ്യമില്ല. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി സ്വീകരിച്ച സർക്കാരാണ്. ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ആരോടും ചെയ്തിട്ടില്ല. പക്ഷേ CBI ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് കുഴിച്ചു കൂടപ്പെട്ടതോട് അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല, കുടുംബത്തിന് നീതി കിട്ടുന്നില്ല. അവര് വന്ന് പണ്ട് P ജയരാജനെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഘോഷയാത്ര നടത്തി, ആർട്ടിവേഷനെ അദ്ദേഹത്തിന് നടത്തി വേട്ടയാടിയ പോലെ ഒരു വേട്ടയാടലല്ല നടക്കുമായിരിക്കും. അതൊന്നും അതുകൊണ്ടാണ് പരമോന്നത കോടതി സുപ്രീം കോടതി 2 തവണ പറഞ്ഞത്
ഇതൊരു പാവയാണ്, ഇതൊരു കൂട്ടിലടക്കപ്പെട്ട അല്ല കിളിയാന്ന് ശ്രീ പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അപ്പോഴും ഒറ്റ വിഷയം, ഇതിനകത്ത് കുറ്റക്കാരെന്ന് കണ്ടവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞങ്ങൾ നടപടിയെടുത്തല്ലോ എന്ന് പറയുമ്പോൾ ഇതിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഒരേ ഒരു പ്രതിയെ മാത്രമാണ്. ഇപ്പോൾ അത് പാർട്ടിയാണെങ്കിലും സർക്കാരാണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ ഇതല്ല, ഇതിനപ്പുറത്തുമുണ്ട് കാര്യങ്ങൾ എന്നാണ് കുടുംബം പറയുന്നത്. അതാണ് മറ്റുള്ളവരുടെയും ആരോപണം. പക്ഷെ പാർട്ടിയും സർക്കാരും പറയുന്നത് അല്ലെങ്കിൽ പോലീസും പറയുന്നത് ഇത്രേ ഉള്ളൂ കാരണം എന്നുള്ളതാണ്, അല്ലേ? അല്ല, കുറ്റക്കാരെന്ന് ആരെ കണ്ടുപിടിച്ചു? കുറ്റവാളിയെ കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കുന്ന വിധി വന്നതിന് ശേഷമല്ല. ഇവിടെ ആരും കുറ്റക്കാരായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. കുറ്റ ആരോപിതയായിട്ട് ചില ആളുകൾ ചിത്രീകരിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അവര് കുറ്റക്കാരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയല്ലേ? അല്ല, പാർട്ടി നേരത്തെ തീരുമാനിച്ചല്ലോ. പാർട്ടി തീരുമാനിച്ചത് കൊണ്ടാണല്ലോ അവരെ തരം താഴ്ത്തിയത്. മറ്റാരും തീരുമാനിച്ചില്ലെങ്കിലും കോടതി വിധി വരുന്നതിന് മുൻപേ പാർട്ടി തീരുമാനിച്ചല്ലോ. അല്ല, പാർട്ടി ഒരു ആരോപണം ഉണ്ടായപ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടി ആരോപിതരായിട്ട് ശക്തമാരത്തിൽ വരുന്നവർക്കെതിരെ അച്ചടക്കത്തോടെ സ്വീകരിക്കാറുണ്ട്. അതിന്റെ പ്രാഥമിക നടപടി അല്ല, ആ കണക്കുകളൊക്കെ പറഞ്ഞാൽ കണക്കുകൾ പറഞ്ഞാൽ പല ആരോപണങ്ങൾ എടുത്ത നടപടിയൊക്കെ ചോദിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ അക്കമിട്ട് പറയേണ്ടി വരും. ദിവ്യയുടെ വിഷയത്തിനകത്ത് നേരത്തെ പാർട്ടി ഒരു തീരുമാനമെടുത്തു, ജയിലിൽ കൊണ്ടുപോയി ഉത്തരവ് കൊടുത്തു. കുറ്റക്കാരിയാണ് എന്ന് പൊതുജനമധ്യത്തിൽ കോടതി വിധി വരുന്നതിന് മുൻപേ പാർട്ടി തീരുമാനമെടുത്തിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പൊതുജനം കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ്? എനിക്ക് അല്ല, പാർട്ടി തീരുമാനമെടുത്തു. പൊതുജനം തീരുമാനിച്ചാലും ഇല്ലെങ്കിലും പാർട്ടി അതനുസരിച്ച് തീരുമാനമെടുത്തല്ലോ. കോടതി വിധി വരുന്നതിന് മുന്നേ പാർട്ടി തീരുമാനിച്ചല്ലോ. അല്ല, പാർട്ടി എടുത്തത് പാർട്ടിയുടെ ഉത്തമമായ ആർജവത്വമാണ്. ഈ പാർട്ടിയുടെ ധാർമ്മികതയാണ്. അവരെ മാറ്റി നിർത്തി, അവരെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. അത് അവരുടെ അറിയാമോ? തരം താഴ്ത്തി ഇല്ലേ? ഏറ്റവും കടുത്ത അച്ചടക്ക നടപടി, രണ്ടാമത്തെ കടുത്ത അച്ചടക്ക നടപടി ചെയ്തു. അത് പാർട്ടിയിൽ വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു കടുത്ത അച്ചടക്ക നടപടി ചെയ്തു. അത് പാർട്ടിയുടെ നിലപാടാണ്. എന്നിട്ട് പാർട്ടി വിചാരിക്കുന്നുണ്ട് മാറ്റി നിർത്തിയതാണ് എന്ന് പറഞ്ഞാൽ അത് ദഹിക്കാൻ പറ്റില്ല. ശ്രീ റെജി ലൂക്കോസ്, അല്ല, ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ആദ്യമായിട്ടല്ല ഒരു സഖാവിനെതിരെ നിലപാടെടുക്കുന്നത്. എത്രയോ സഖാക്കൾക്കെതിരെ സാക്ഷാൽ ഇപ്പോൾ അല്ല, ഈ പൊതുജനങ്ങളുടെ ബോധ്യം അനുസരിച്ച് സൈബർ ഹാൻഡിലുകൾ പറയുന്നതനുസരിച്ച് നടപടിയെടുത്തത് പാർട്ടിയാണ്, മറ്റാരുമല്ല. മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല, പാർട്ടിയാണ് നടപടിയെടുത്തത്. ആ ബോധ്യത്തിന് അനുസരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ മുന്നോട്ടു പോകാൻ നിർബന്ധിതമാക്കുന്നത് പിന്നെ വേറെ ആരായിരിക്കും? അല്ല, ഈ പാർട്ടി നയിക്കുന്ന സർക്കാരല്ലേ, സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ അല്ലേ അവരെ ജയിലിലേക്ക് അടപ്പിച്ചത് ശക്തമായ വാദങ്ങളിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളാ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? PP ദിവ്യയെ സംബന്ധിച്ചോളം പ്രഥമ ദൃഷ്ടിയാല് അവര് ചെയ്തതിനകത്ത് ധാർമ്മികമായ എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കാനുള്ള CPM പറഞ്ഞ പാർട്ടിയുടെ ഒരു എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണക്രമമാണ്, അതിന്റെ ചട്ടമാണത്. അത് ഞങ്ങൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പാർട്ടി അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനാ ഈ പാർട്ടിയുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്? നടപടി സ്വീകരിച്ചിട്ട് പാർട്ടി അതിനെ കുറ്റപ്പെടുത്തുക, അവരെ സംരക്ഷിക്കുകയാണെന്ന് നിങ്ങൾ അതേ വായി കൊണ്ടവർ പറയുകയും ചെയ്തു. അപ്പൊ ഇതൊരു കോൺട്രാഡിക്ടറി, ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഒരേ സമയം പറഞ്ഞു പാർട്ടി നടപടി എടുത്തെന്ന് പറഞ്ഞു, ഒരേ സമയം പറഞ്ഞു പാർട്ടിയും സർക്കാർ അവരെ സംരക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിൽ ഏതിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ഈ അന്വേഷണത്തിൽ ഒരു പൊതുബോധ്യം, ഒരു പ്രജുഡിസ് അനുസരിച്ച് ഈ മരണമുണ്ടായതിനു ശേഷമെല്ലാമുള്ള ഈ താങ്കൾ നേരത്തെ പുച്ഛിച്ചു തള്ളിയ സൈബർ പ്രചാരണം അടക്കം നടക്കുന്നു. ആ നിലയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. പോലീസ് അതേ തരത്തിൽ അന്വേഷണം നടക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോഴും അത് തന്നെ പോകുന്നു. ഇതല്ല, ഇതിനപ്പുറത്തേക്കുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറയുമ്പോൾ പോലും അതല്ല, തുടക്കത്തിലുള്ള ആ പ്രജുഡിസിൽ തന്നെ നിൽക്കുന്നു പോലീസ്, സർക്കാർ, CPM. തെറ്റല്ലേ? CPM-നെ ഏതെല്ലാം രീതിയിലുള്ള ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ മഴ പെയ്താലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ കേരളത്തിലെ CPM കുറ്റക്കാരെന്ന് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ലാഘവത്തോടുള്ള മറുപടി അതിനകത്ത് അർഹിക്കത്തുള്ളൂ. CPM എന്ന് പറഞ്ഞ പാർട്ടി ഇതിനപ്പുറം എന്താ അവരോട് ശീലിക്കുന്നത്? CPM-ന് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടോ നിയമപരമായിട്ട്? CPM എടുക്കാവുന്ന രീതിയിലുള്ള ധാർമ്മിക നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ശരി തെറ്റൊക്കെ ഇനി പിന്നീട് വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതി തീരുമാനിക്കട്ടെ. ഇനിയിപ്പോ നിങ്ങൾ കോടതിക്ക് കൊടുക്കുക അന്വേഷണത്തെ കുറിച്ച്. അതിനെ പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണ് CPM-നെ ഈ സർക്കാരിനെ ഈ PP ദിവ്യയുടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 1.5 മാസമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. ഇതിൽ എന്ത് പ്രയോജനം? കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ? കേരളത്തിലെ ജനങ്ങൾ ഒരു കുട്ടിയാലും വിശ്വസിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യമൊക്കെ കുറെ തെറ്റിദ്ധാരണ ഉണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കാൻ പാടില്ല, സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വിമർശനത്തിന് അതീതമായ വരേണ്ടി വർഗമാണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രമിച്ചു. നിങ്ങൾ ഇതേ മാധ്യമങ്ങൾ തന്നെ പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ അടിച്ചെടുത്തപ്പോൾ അതേ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിങ്ങൾ വാർത്ത കൊടുത്തു. അപ്പൊ നിങ്ങൾക്കൊരു സ്റ്റാൻഡിൽ നിങ്ങൾക്ക് ഗവൺമെന്റിനെതിരെയുള്ള സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾക്കും സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആ സ്റ്റാൻഡ് ഇല്ലായ്മയ്ക്ക് അനുസരിച്ച് തുള്ളുന്നതാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്? ഞങ്ങളങ്ങനെ ഞങ്ങളുടെ
ഞങ്ങളുടെ പാർട്ടി എങ്ങനെയും തള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത കഴിഞ്ഞ 8 വർഷമായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവന്ന വ്യാജ വാർത്തകൾക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ 50 തവണ രാജിവെക്കേണ്ട വന്നല്ലോ. അങ്ങനെ തുടർന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത്? നിങ്ങളുടെ ആവശ്യമാണത്. നിങ്ങൾ അവരുടേക്കും അറിയാം, ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം ഇത് ഈ പറയുന്ന വാദങ്ങളൊന്നും ശരിയല്ലാത്തുള്ളവരും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേര് സംരക്ഷണമുണ്ട്? 2 മന്ത്രിമാർക്കെതിരെ UDF സർക്കാരിന്റെ കാലത്ത് ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ നടപടി ചെയ്തു. 2 അല്ല ശ്രീ റെജി ലൂക്കോസ്, അപ്പോഴേ എനിക്ക് ഇത് ആശയക്കുഴപ്പമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു. കുടുംബത്തിന്റെ വലിയ പരാതിയും ആവശ്യവും വിഷമവും ഒക്കെ നിൽക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ വരുന്നു. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നതിന് പകരം മടിയിൽ കനമില്ലാത്തവൻ പേടിക്കണ്ട എന്ന് കാണിച്ചുകൊണ്ട് ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. കുടുംബം പറയുന്നത് CBI ആണെങ്കിൽ CBI വരട്ടെ എന്നൊരു വളരെ സേഫ്റ്റി ആയിട്ടുള്ള വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തുകൂടെ സർക്കാരിന്, പോലീസിന്? അല്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം CBIയുടെ ഇതിനു മുമ്പുള്ള അന്വേഷണങ്ങളുടെയൊക്കെ നിജസ്ഥിതിയും അത് എവിടെ നിൽക്കണമെന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ലോ. അതിനേക്കാൾ മുടുക്കന്മാരെ കേരള സർക്കാരിന്റെ ഒരു അന്വേഷണ ഏജൻസി ഇല്ലേ, ഇവിടെ പോലീസ് സംവിധാനമുണ്ട്. ആ പോലീസ് അന്വേഷിക്കുന്നതിന് നിത്യന്തരത്തിൽ ബുദ്ധിമുട്ടിരിക്കുന്നത് എത്രയോ കേസുകൾ കേരള പോലീസ് അഴിയാക്കുരുക്കൾ അഴിച്ചുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു. എത്രയോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നു ഈ കേരള സർക്കാർ, കേരളത്തിലെ ഗവൺമെന്റ് പോലീസ്. ആ പോലീസിനെ മറികടന്നുകൊണ്ട് CBI എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ട് റാപ്പിൽ വർക്ക് ചെയ്യുന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്ന് CPM-നെ പാർട്ടിനെ അവമാനിക്കാനാണെങ്കിൽ അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല ഒരു കാരണവശാലും. അത് അന്വേഷിക്കാനുള്ള കരുത്തുറ്റ ഏജൻസി, ലോകോത്തര അന്വേഷണ ഏജൻസി കേരളത്തിലുണ്ട്. അവരുടെ അന്വേഷണത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ശരി, ഞാൻ തിരികെത്താം.